ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമുക്ക് ഈശ്വരൻ നാവ് തന്നിരിക്കുന്നത് എന്തും പറയാനല്ല, വേണ്ടത് പറയാനാണ്. വാക്കുകൾ എങ്ങനെയായിരിക്കണം? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ചെയ്യൽ. ഉദ്വേഗം ജനിപ്പിക്കാത്തതും സ്നേഹമസൃണമായതും സത്യമായതും അന്യനുപദ്രവം വരാത്ത വിധത്തിലുള്ള വാക്കുകളായിരിക്കണം നാം പ്രയോഗിക്കേണ്ടത്. അപ്രകാരം വാക്കുകളെ ഉപയോഗപ്പെടുത്തിയാൽ മറ്റുള്ളവർക്കും തനിക്കും തൻ്റെ വാക്കുകൾ മാധുര്യമേറിയതായി വരും. മാത്രമല്ല, ഈശ്വരനെ സ്മരിക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം നാം പ്രയോഗിക്കേണ്ടത്. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമകീർത്തനമിതതിനായി വരേണമിഹ. കലിയായ കാലമിതിലതുകൊണ്ട് മോക്ഷഗതി എളുതെന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവാം. രാത്രിയായാൽ ഉറക്കത്തിലേക്ക് പോകുന്നു. അതുപോലെ പകൽ മുഴുവൻ പലതും പരദൂഷണവും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് തൻ്റെ നാവിനെ വിനിയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അന്തിമ ഫലം ദുഃഖം മാത്രമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആ നാവിനെ ഈശ്വര കീർത്തനങ്ങൾ പാടുന്നതിന് വേണ്ടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതാണ് തിരുനാമകീർത്തനമിതതിനായി വരേണമിഹ. പല വീട്ടമ്മമാരും കണ്ടിട്ടുണ്ട് ഈശ്വരനെ കീർത്തിച്ചുകൊണ്ട് വീട്ടുപണികൾ ചെയ്യുന്നത്. സദാസമയത്തും ആ സ്മരണയോടുകൂടി നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നാം ചെയ്യേണ്ടതാണ്. അതാണ് തിരുനാമകീർത്തനമിതതിനായി വരേണമിഹ. ഈശ്വരൻ്റെ കീർത്തനങ്ങൾ പാടുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ നാവ് വിനിയോഗിക്കേണ്ടത്. കലിയായ കാലമിതിലതുകൊണ്ട് മോക്ഷം. കലികാലത്ത് കീർത്തനം എന്നാണ് പറയുന്നത്. കാമക്രോധാദികൾ വളർന്നിരിക്കുന്ന കാലത്തിനാണ് കലി എന്ന് പറയുന്നത്. 4,32,000 വർഷത്തോളമാണ് കലികാലം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ കാലങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനോഗതി എപ്രകാരമാണോ അതിനനുസരിച്ചാണ്. എപ്പോഴും കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം അവർക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവ 4 സുലഭമായിരിക്കും. എന്നാൽ വീണ്ടും ലോകവിഷയങ്ങളുമായി ബന്ധം പുലർത്തുമ്പോൾ മോക്ഷം എന്നത് അപ്രത്യക്ഷമാകുന്നു. പിന്നെ 3 ഉള്ളൂ, ധർമ്മവും അർത്ഥവും കാമവും. അതാണ് ത്രേതായുഗം എന്ന് പറയുന്നത്. 3 ഉള്ളൂ. നാം 3 മോക്ഷം എന്നത് അപ്രത്യക്ഷമാകുന്നതോടുകൂടി മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നു. ആ കാലത്തിനാണ് ത്രേതായുഗം എന്ന് പറയുന്നത്. വീണ്ടും ലോകവ്യാപാരങ്ങളിൽ വേർപെട്ടപ്പോൾ ജീവൻ പതനത്തിലേക്കാണ് നീങ്ങുന്നത്. ആ പതനം ധർമ്മവും കൂടെ നഷ്ടപ്പെടുന്നു. അതാണ് ദ്വാപരായുഗം. ദ്വാപരായുഗമായപ്പോൾ ധർമ്മവും മോക്ഷവും ഇല്ലാതെയായി, അർത്ഥവും കാമവും മാത്രമേ ഉള്ളൂ. വീണ്ടും അർത്ഥകാമങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് മനുഷ്യൻ്റെ മനസ്സ് എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ കാമം മാത്രമായി മാറുന്നു. അപ്പോഴേക്ക് ധർമ്മവും അർത്ഥവും മോക്ഷവും നഷ്ടപ്പെട്ടു. കാമത്തിന് വിധേയരായി ജീവിക്കുന്ന വ്യക്തികളെയാണ് കലിയുഗവാസികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ സർവ സദാചാരങ്ങളും നഷ്ടപ്പെട്ട് ദുരാചാരികളായിരിക്കുന്ന വ്യക്തികൾക്ക് ഈശ്വരൻ്റെ നാമം ജപിക്കുക എന്നത് വളരെ ക്ലേശകരമായതാണ്. എന്നാൽ ക്ലേശങ്ങൾ കൂടി വരുമ്പോൾ അതിനും തയ്യാറാകുന്നു ചില വ്യക്തികൾ. അങ്ങനെ കലികാലത്തിൽ കീർത്തനം കൊണ്ട് മോക്ഷ പദത്തിലേക്ക് ഉയരാൻ പറ്റും. അതൊന്നാമത്തെ പടിയാണ് കീർത്തനാദികൾ. കീർത്തനങ്ങൾ നാം ആലപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചിത്തശുദ്ധി വന്ന് ദ്വാപരായുഗത്തിൽ യജ്ഞം, ദാനം ഇതൊക്കെയാണ്. യജ്ഞാദികൾക്ക് അർഹതയുണ്ടാകുന്നു.
കീർത്തനത്തിലൂടെ ശുദ്ധി വന്ന മനസ്സിന് മാത്രമേ നിഷ്കാമമായി കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിഷ്കാമ കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ ആ നിലയ്ക്ക് അവിടെ നിന്നും നമ്മുടെ മനസ്സ് ഉന്നതിയിലേക്ക് എത്തുമ്പോഴാണ് തപസ്. മൂന്നാമത്തെ യുഗത്തിൽ തപസ്സാണ്. ത്രേതായുഗത്തിൽ സംസ്കാരം തപസ്സാണ്. തപസ്സുകൊണ്ട്, തപസ്സെന്നാൽ പ്രതികൂലങ്ങളെ പരിഭവം കൂടാതെ സഹിക്കുന്നതാണ് തപസ്. ആ തപസ്സിലൂടെ പക്വത വന്ന ശേഷം സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗമാകുന്ന ആ മോക്ഷാവസ്ഥയിലേക്ക് നാം എത്തുന്നു. അവിടെയാണ് ജ്ഞാനം. കൃതയുഗത്തിൻ്റെ സ്വഭാവം ജ്ഞാനമാണ്. ആത്മജ്ഞാനം അനുഭവവേദ്യമാകുന്നു. അങ്ങനെ കൃത, ദ്വാപര, ത്രേത, അതുപോലെ കലി, ദ്വാപര, ത്രേത, കൃതയുഗം. ഇങ്ങനെ നാം ജന്മനാ കലിയുഗത്തിലാണ് എല്ലാവരും. അവിടെ നിന്നും സ്റ്റെപ്പുകളായി നാം സത്യയുഗം വരെ, കൃതയുഗം വരെ ഉയരുമ്പോഴാണ് പുരുഷാർത്ഥങ്ങൾ 4 ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും നേടാൻ സാധിക്കുന്നത്. ഇത് എല്ലാ ജീവന്മാരും ഇപ്രകാരം തന്നെയാവും. അതാണ് കലിയായ കാലം ഇതിലതുകൊണ്ട് മോക്ഷഗതി. എല്ലാവരും പറയും കലികാലല്ലേ, നാമം ജപിച്ചാൽ മാത്രം മതി എന്ന്. പോരാ, നാമത്തിന് അതീതമായ അവസ്ഥയിലേക്ക്, അടുത്ത യുഗത്തിലേക്ക് നാം ഈ കാലത്ത് തന്നെ ഉയരണം. അല്ല, നാം അങ്ങനെ കുറച്ച് ജപിച്ചു കഴിഞ്ഞാൽ കലികാലത്തിൻ്റെ സംസ്കാരം അതല്ലേ എന്ന് കരുതി നാമത്തിൽ മാത്രം ഒതുക്കിക്കൂട്ടുന്നവരുണ്ട്. ഈ 4 സ്റ്റെപ്പുകളും നാം ചവിട്ടിക്കയറണം. അതിന് ഒന്നാമത്തെ സ്റ്റെപ്പാണ് കീർത്തനം. അതാണ് കലിയിൽ കലവൂ കീർത്തനം എന്ന് പറയാൻ കാരണം. കീർത്തനത്തിലൂടെ യജ്ഞാദികൾ ചെയ്യാനുള്ള കഴിവ് നേടി, അതിലൂടെ തപസ്സനുഷ്ഠിക്കുന്നു, പ്രതികൂലങ്ങളെ സഹിക്കാനുള്ള കഴിവുണ്ടാവുന്നു. അതിലൂടെ ആ വ്യക്തിക്ക് ജ്ഞാനം കൈവരിക്കാൻ സാധിക്കുന്നു. അതാണ് മോക്ഷത്തിന് ഹേതുവായിരിക്കുന്നത്. ഇപ്രകാരം ഇതൊക്കെ വളരെ എളുപ്പമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ലക്ഷ്യത്തിലേക്കൊന്ന് പ്രവേശിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ തനിയെ ചെയ്യുന്നതാണ്. അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും. ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ നിമിഷവും വിനിയോഗിക്കേണ്ടത്. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമകീർത്തനമിതതിനായി വരേണമിഹം. കലിയായ കാലമിതിലതുകൊണ്ട് മോക്ഷഗതി എളുതെന്നു കേൾപ്പു. ഹരിനാരായണായ നമഃ.